നമസ്കാരം. മുന്നോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 3 പതിറ്റാണ്ടിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വൻ പൊളിച്ചെഴുത്തുമായി ദേശീയ വിദ്യാഭ്യാസ നയം. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യം. പഠനത്തിനൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ കുട്ടികളെ, വിദ്യാർത്ഥികളെ ജീവിത നിലവാരത്തിലേക്ക് കൂടി, ജീവിത വിജയത്തിലേക്ക് കൂടി എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾക്ക് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത്. നഴ്സറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഒരുപോലെ കോർത്തിണക്കിക്കൊണ്ട് തുടക്കം മുതൽ വലിയ പ്രാധാന്യത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷകൾ വിശദമായി തന്നെ മുന്നോട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ശ്രീമതി നിർമ്മല, ചൈൽഡ് സൈക്കോളജിസ്റ്റ്. തൃശൂർ സ്റ്റുഡിയോയിൽ ചേരുന്നത് ശ്രീ സനന്ദ, MES കോളേജ് പൊളിറ്റിക്സ് അധ്യാപകൻ. ഒപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ വിദ്യാഭ്യാസ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ വിനോദ് കരുവാരക്കുണ്ട്. ഒപ്പം ചെന്നൈയിൽ നിന്നും ചേരുന്നത് ശ്രീമതി ബിന്ദു പത്മനാഭൻ, പ്രിൻസിപ്പൽ. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഗവേഷണ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ വലിയ മാറ്റം, യൂണിവേഴ്സിറ്റികളുടെ ഒരു നിലവാരം തന്നെ മാറുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ കരുത്തായി മാറും? ഇവിടെ ഗവേഷണം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പ്രായോഗികക്ഷമത, അതിൻ്റെ യൂട്ടിലിറ്റിയാണ് പലപ്പോഴും പ്രശ്നം. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ഗവേഷണ ബിരുദങ്ങൾ സമ്മാനിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ 5 രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ഇന്ത്യക്ക് അവിടെ 4ാം സ്ഥാനം ഉണ്ട് എന്നാണ് പല കണക്കുകളും പറയുന്നത്. പക്ഷേ ഈ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് എന്ന് പറയുന്ന ഈ ഗവേഷണ ഫലങ്ങൾ എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്രദമാകുന്നുണ്ട് എന്ന് ഒരു വലിയ പ്രശ്നമാണ്. അത്തരമൊരു സാഹചര്യങ്ങളിലാണ് എങ്ങനെ നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണ ഫലങ്ങൾ നമുക്കും പൊതുവായ ജനങ്ങൾക്കും രാജ്യത്തിനും ഉപയോഗപ്രദമായി മാറ്റാം എന്നുള്ളത്. ഈ രേഖ പറയുന്നത് കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട നമ്മുടെ നിലവിലുള്ള ഗവേഷണത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗവേഷണത്തിൻ്റെ ഉപയോഗക്ഷമത എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇത് കണ്ടെത്തുന്നത് നമ്മുടെ ഫണ്ടിങ്ങിലുള്ള വലിയൊരു പോരായ്മയാണ്. ഇന്ത്യയിലെ ഇപ്പോൾ കാണുന്ന ഗവേഷണങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 0.69% മാത്രമാണ്. നമ്മുടെ GDPയുടെ 0.69% എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു തുകയാണ്. നമ്മളിത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നോക്കുമ്പോൾ 2.5%. ഇത് സൗത്ത് കൊറിയയാണെങ്കിൽ ഇത് 4% മുകളിലാണ്. അപ്പോൾ ഈ ഒരു 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ റിസർച്ചിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഡ്രാഫ്റ്റും ഈ പോളിസിയും എല്ലാം വിലയിരുത്തുന്നത്. എങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് മാറാം? നമ്മുടെ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണ് ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന്, ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി, പല വിഷയങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു ഗവേഷണമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ കുടിവെള്ള പ്രശ്നം, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക, ഇത്തരം വിഷയങ്ങളെ പറ്റി പഠിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ സയൻസ്, ടെക്നോളജി അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര ഗവേഷകർ ചില ഫലങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും പലപ്പോഴും അവയെ പ്രായോഗികമായ രീതിയിൽ നടപ്പിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു പ്രദേശത്തെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ എല്ലാ പരിസരങ്ങളും, അതിൻ്റെ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതികമായ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് ഗവേഷകനുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഗവേഷണത്തിൻ്റെ രീതി മാറ്റിക്കൊണ്ട് ഒരു എല്ലാ വിഷയങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ഗവേഷണമാണ് പ്രധാനമായിട്ട് ഈ നയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായിട്ട് ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കണം എന്നാണ് നയം പറയുന്നത്. ഈ റിസർച്ച് ഫൗണ്ടേഷനാണ് ഇനിയുള്ള കാലങ്ങളിൽ ഏതൊക്കെ മേഖലയിലേക്കാണ് കൂടുതൽ പ്രാധാന്യം ഗവേഷണത്തിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിലവിൽ ഒരുപാട് ഫണ്ടിങ് ഏജൻസികളുണ്ട് ഇന്ത്യയിൽ. ഈ ഫണ്ടിങ് ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുന്നതും ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വിഷയങ്ങളെ കണ്ടെത്തുക. ഓരോ കുട്ടികളെയും സംബന്ധിച്ച് അത് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും തന്നെ നൽകില്ലേ? ഒരു വീഡിയോ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ആ മേഖലയിലേക്ക് കൂടി വിശദമായി വരാം. പ്രാഥമിക സ്കൂൾ പഠനം ഏതു ഭാഷയിലാകാമെന്ന കടങ്കഥയ്ക്ക് ഉത്തരം കൂടിയാണ് രാജ്യത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം. ഹിന്ദി നിർബന്ധിതമാക്കണമെന്ന നേരത്തെയുള്ള വിവാദ ശുപാർശ പൂർണ്ണമായും ഒഴിവാക്കുന്ന പുതിയ നയം 5ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും മാതൃഭാഷയിലോ പ്രാദേശിക ഭാഷയിലോ വേണമെന്ന് വ്യക്തമാക്കുന്നതാണ്. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയുടെ ഘടനയെ തന്നെ പൊളിച്ചെഴുതുന്നതാണ് ഡോക്ടർ കസ്തൂരി രംഗൻ അധ്യക്ഷനായ സമിതിയുടെ ഈ സുപ്രധാന നിർദ്ദേശം. I think it's a very, very important issue. First of all,
the sensitivity part of it was never a concern for the committee and the people who understand the language learning. That came more because of other consideration. I want to say this to begin with and responding to your question, because language, if you look at the policy, at the way the language is described in the policy, especially if you can go back to the 350-page policy document to start with, to look at the totality of what we have done about the language, is one of the most exhaustive analysis of the importance of language for this country, which has got 18 main languages. They've got so many classical languages. There are other types of language. You've got various types of. It is culturally is one of the biggest heritages this country has got. Now, this languages has never come to be brought up to the fore, and the full appreciation of the language as some of the full heritage of this country has never been tried in a big way. Now, we may ask why this is necessary. These are all things which have been developed over millennia, which has evolved, and today it has come to a level of perfection. When you talk of Sanskrit, it has got a literature which is more than Latin and Greek put together. That is the richness of that one language. The language ability pickup is much better for the youngster. He can not only 3 languages, he can even pick up 5 languages in that period. So we should make use of that window to make sure that the youngsters pick up as many languages as they can. And lastly, the importance of language with respect to our globalization, where we need to learn at least 1 or 2 good languages other than English. We should, for example, go and read Korean or Japanese or any European languages and things of that kind. So obviously, the language is a multi-dimensional issue in the education. ത്രിഭാഷാ പഠന പദ്ധതിയിൽ ഏതു ഭാഷയും വിദ്യാർത്ഥിക്കുമേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പുതിയ നയം നിഷ്കർഷിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ നേരത്തെ പറഞ്ഞ ഗവേഷണവുമായി ചേർത്ത് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാതെ പോയി എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അത് അധികവും വൈദേശിക ഭാഷയിലാണ്, ഇംഗ്ലീഷിലാണ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ആദ്യം ഒരുപക്ഷെ ആ ഭാഷ പഠിക്കണം, അതിനുശേഷമാണ് റിസർച്ചിലേക്കും പോകേണ്ടത്. ഈ ഒരു ഗ്യാപ്പ് ഒരുപക്ഷെ റിസർച്ചിൻ്റെ ഒറിജിനാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ APJ അബ്ദുൽ കലാമൊക്കെ പലപ്പോഴും അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഗവേഷണത്തിലുള്ള ഈ സ്വന്തം ഭാഷയിൽ ഗവേഷണം ചെയ്യുന്നതിൻ്റെ പ്രസക്തിയെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെ ഈ നയത്തിൽ അത് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം, ഇത് ചെറിയ ക്ലാസ്സുകളിൽ മാത്രമല്ല പറയുന്നത്. ഉദാഹരണമായിട്ട് പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി പറയുന്ന മേഖലയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ലീഗൽ എഡ്യൂക്കേഷൻ, LLB പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബൈലിംഗ്വലായിട്ട് കൂടി പഠിക്കണം എന്നാണ് ഈ നയം പറയുന്നത്. സാധാരണ നമ്മുടെ വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആംഗ്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് കൊളോണിയൽ മേധാവിത്വം അല്ലെങ്കിൽ വിധേയത്വം തുറന്നു പോകുന്ന ഒരു മേഖലയാണ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളിൽ. സാധാരണക്കാരന് എത്രത്തോളം ഇംഗ്ലീഷ് പ്രാപ്തമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൻ്റെ മേഖലയിലും. ഇവിടെ ഈ പറയുന്ന LLB പഠിക്കുന്ന ഒരാൾ മലയാളത്തിലും അതിനൊപ്പം തന്നെ ഇംഗ്ലീഷിലും ഇത് പഠിക്കുന്നു. ഒരുപക്ഷെ ഇനി വരുന്ന കോടതികളിലെ ഭാഷയായിട്ട് നമുക്ക് ഈ പറയുന്ന ഭാഷ മാറ്റാനും എളുപ്പമാണ്. അപ്പം അങ്ങനെ ഈ മാതൃഭാഷയുടെ ഒരു വലിയ അവസരങ്ങൾ ഈ നയം തുറന്നു വയ്ക്കുന്നുണ്ട്. ഇത് പ്രൊഫഷണൽ കോഴ്സുകൾ മാത്രമല്ല, ഒരുപാട് മേഖലയിലുണ്ട്. കാരണം കസ്തൂരിരംഗൻ തന്നെ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഭാഷകൾ പഠിക്കാനുള്ള അവസരം, ഒരുപാട് വിദേശ ഭാഷകൾ പഠിക്കാനുള്ള അവസരം, യൂറോപ്യൻ ഭാഷകളാണെങ്കിലും ഏഷ്യൻ ഭാഷകളാണെങ്കിലും, അതിനൊപ്പം തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് ക്ലാസിക്കൽ ഭാഷകൾ. ഒരുപക്ഷെ മലയാളം പോലെ ക്ലാസിക്കൽ സ്വഭാവമുള്ള ഭാഷകൾക്ക് ആ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ ഒരുപക്ഷെ തുറന്നു കിട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു മുന്നോട്ട് പോക്ക്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊറോണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാധ്യതയുടെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വരും നാളുകളിൽ അതിൻ്റെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കൂടി നടന്നെടുക്കുമ്പോൾ അത് നമ്മളെ ഒരുപക്ഷെ നൽകാൻ പോകുന്നത് വലിയ ഒരു ആത്മവിശ്വാസം തന്നെയല്ലേ? ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അവസരമാണ് ഇത്തരം മേഖലയിൽ വികസിപ്പിക്കാനായിട്ട്. കാരണം നമ്മൾ പൊതുവെ പാരമ്പര്യമായിട്ട് നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളുകളിലും കോളേജിലും പോയി വിദ്യാഭ്യാസം നടത്തുന്നു എന്നത് വിട്ടുകൊണ്ട് ഒരുപക്ഷെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെയുള്ള മറ്റു മോഡ് ഓഫ് എഡ്യൂക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളിത് പക്ഷേ ഇതിൻ്റെ പുതിയ മേഖലകളിൽ ഒരു പരിധി വിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് വലിയൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളൊരു സംഗതി എന്നുള്ളത്. ഇപ്പോൾ അത് യൂസ്ഡാണ്. ചെറിയ കുട്ടികളെ പോലും അവർ ഓൺലൈനിൽ ഇരിക്കാനായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞു, അധ്യാപകരാണെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞു. വാസ്തവത്തിൽ ഈ ഒരു അനുഭവം
ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ നയവുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. കാരണം ഈ നയത്തിലും ഒരുപാട് മേഖലയിൽ പ്രത്യേക ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകൾ. ഇപ്പോൾ മൂക്ക് പോലെ, സ്വയം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് പാരലായിട്ട് വേറെ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യാം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങളൊരു ബിരുദതലത്തിൽ പഠിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയത്തിൽ വേറെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരുമ്പോഴുള്ളൊരു ഗുണം, ഒരു കുട്ടിക്ക് ഒരേ സമയം തന്നെ 2 വിഷയങ്ങളിലുള്ള പ്രാവീണ്യം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നയത്തിൻ്റെ തന്നെ പല മേഖലയിലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ഓൺലൈനായിട്ടുള്ള കണ്ടന്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് പല വിഷയങ്ങളിലും ശുഷ്കമാണ്. പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷയിൽ ലഭിക്കുന്ന കണ്ടന്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഈ നയത്തിൽ കൊടുക്കുന്നുണ്ട് ഇത്തരം പ്രാദേശിക വിഷയങ്ങളിൽ പ്രാദേശിക ഭാഷയിലുള്ള കണ്ടന്റ് ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച്. അതിനായിട്ട് IITI എന്നൊക്കെ പറയുന്ന പുതിയ സ്ഥാപനങ്ങളെ വെച്ച് പറയുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഇൻ്റർപ്രിട്ടേഷനായിട്ട് പ്രത്യേക നാഷണൽ തലത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഡിജിറ്റൽ തലത്തിലേക്കുള്ള ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തിലേക്കുള്ള നമ്മുടെ നടത്തത്തിൻ്റെ കൂടെ നടക്കുന്ന ഒന്നാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി. ഒരുപക്ഷെ ഭാവിയിൽ അതിന് നമുക്ക് വലിയ രീതിയിൽ സഹായകരമാണ് ഈ നയത്തിലെ ഒരുപാട് പറയുന്ന പ്രിൻസിപ്പിൾസും എന്നും കൂടി ഇവിടെ കൂട്ടി വായിക്കാവുന്നതാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതിന് ചെറിയൊരു പോയിന്റും കൂടി കൂട്ടിച്ചേർക്കാം. ഈ പറയുന്ന മാറ്റങ്ങൾ കണ്ടെത്തണമെങ്കിൽ, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വേണ്ട അടിത്തറയെ പറ്റിയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സഹായവും സാമ്പത്തികവും എല്ലാ രീതിയിലുള്ള നേതൃത്വവും വേണം. 2, ഈ പറയുന്ന ഫിലാന്ത്രോഫിക് കോൺട്രിബ്യൂഷൻ. പ്രത്യേകിച്ച് ഈ നയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നയത്തിൽ ഈ പറയുന്ന വ്യവസായികളുടെ സഹായം പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ വലിയൊരു ശതമാനം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ്. അത്തരം മേഖലയിൽ കൂടി നമ്മൾ കണ്ടെത്തണം. നമ്മുടെ നിയമങ്ങളിൽ, കമ്പനി നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ കൂടി വരുത്തണം. അങ്ങനെ കുറച്ചുകൂടി ഉപസമാഹാരം കൂടി നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചുകൂടി നന്നാവും എന്നുള്ളൊരു അഭിപ്രായം കൂടി.